കാര്യമെല്ലാം പിടി കിട്ടിയോ? എഗസ്കേൽ 38 അധ്യായം 3 ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ളതാ. അവിടെ വായിച്ചു വരുമ്പോൾ 38:1 മുതൽ വായിച്ചപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവിടെ പ്രഭുവായ മാഗോഗ് ദേശത്തിന്റെ ഗോഗിന് നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും അടിച്ച മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കൊരുങ്ങി പാർസികൾ കൂശ്യർ, പൂത്യർ, ഗോമേർ, അവരെല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമ്മഗ്രഹങ്ങളും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഇത് ഈ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന മഹായുദ്ധത്തിൽ ലോകത്തിലെ രാഷ്ട്രങ്ങളെ 2 ചേരിയാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ യെഹെസ്കേൽ പ്രവാചകൻ വഴിയായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അരുളി ചെയ്ത പ്രവചനമാണ്. ഇതിന്റെ ആശയം അറിയണം. ഇന്നുവരെ നിവർത്തിയാകാത്ത ആത്മീക പ്രവചനമാണിത്. ഇവിടെ വായിക്കുന്ന വാക്കൊക്കെ പഴയ കാലത്തെ വാക്ക. രോഷ്, മേശക്, തൂബൽ, ഈ വാക്ക് പാർസികൾ, പൂത്യർ, അതുപോലെ വാക്കുകളൊക്കെ അന്നത്തെ കാലത്തെ പേരുകളാ. അപ്പൊ അന്നത്തെ കാലത്ത് ഈ പേരുകൾ ഏതൊക്കെയെന്ന് അറിയണമെങ്കിൽ ഇന്ന് ആ പേരിന്റെ ഉടമകളായ രാജ്യങ്ങൾ ഏതൊക്കെ പഠിക്കണം. ഇത് പാസ്റ്റർ ജെയിംസ് ഇപ്പോൾ പറയുമ്പോൾ സംശയമുള്ളവർക്ക് ഇപ്പൊ നോക്കുവാൻ അനുവാദം തരുന്നില്ല. നിങ്ങൾ കുറിച്ചു വെച്ചിട്ട് വീട്ടിൽ പോയി നിങ്ങൾ നെറ്റിൽ പെടണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പണം തെറ്റുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞു. അവിടെ വായിക്കുമ്പോൾ രോഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ. ബൈബിൾ പറയാണ് 3 ലോക മഹായുദ്ധത്തിന് ഒരു വലിയ ശക്തിയായി റഷ്യ മാറും. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായം എഴുതുമ്പോൾ റഷ്യ ഈ ലോകത്തിലില്ല. റഷ്യ എന്ന രാജ്യം ലോകത്തിൽ വന്നിട്ടില്ല. റഷ്യ വന്നിട്ട് കാലങ്ങൾ അധികമായില്ല. സോവിയറ്റ് യൂണിയൻ 10 കീറിയതിൽ ഒരു ഭാഗമാണ് റഷ്യ. റഷ്യ വന്നിട്ട് അധികാലമായില്ല. ആ റഷ്യയെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ പറയുന്നു, റഷ്യ ഒരു വലിയ ശക്തിയായി മാറും. അവർ എന്റെ ജനമായ ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കും. ആ വചനം ദൈവം പറഞ്ഞിട്ട് പറയുന്നു, റഷ്യയോടുകൂടെ ചേരുന്ന ചില രാജ്യങ്ങൾ. അവിടെ വായിക്കുന്നു രോഷ്, റഷ്യ, മേശക്, മോസ്കോ, 3 തൂബൽ, അൾജീരിയ, തുർക്കി രാജ്യങ്ങൾ. അടുത്ത മാഗോഗ്, തുർക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉൾഫാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ, കൊറിയ. ഈ രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ബൈബിൾ വിളിക്കുന്ന മാഗോഗ് ദേശങ്ങൾ. അവർ ഒന്നിച്ചുകൂടും, യഹൂദർക്കെതിരായി റഷ്യയോട് ചേരും. അടുത്തത് പാർസികൾ. ഇപ്പൊ യുദ്ധം നടക്കുന്ന ഇറാൻ, അത് പാർസികൾ. അടുത്ത കൂശ്യർ, എത്യോപ്യ രാജ്യം. അടുത്തത് പൂത്യർ, ലിബിയ, അൾജീരിയ, ട്യൂണീഷ്യ, വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ. അടുത്തത് ഗോമർ, ജർമ്മനി. അടുത്ത ഗ്രഹം ടർക്കി ആദിയായ രാജ്യങ്ങൾ. അഥവാ ഈ ലോകത്തിലെ ഒരു വലിയ കൂട്ടം ഒന്നിച്ചുകൂടി റഷ്യയോട് ചേരും. മറുഭാഗത്ത് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെടും. യെഹെസ്കേൽ പ്രവചനം 38:13 വാക്യം വായിച്ച്
ശെബയും ദദാനും തർശീസ് വർത്തകരും അതിലെ സകല ബാലസിംഹങ്ങളും. അപ്പോൾ റഷ്യക്കെതിരായി ഒരു കൂട്ടം എഴുന്നേൽക്കും. ആ കൂട്ടമാരാ? അവിടെ വായിക്കുന്നു, ശെബയും ദദാനും തർശീസ് വർത്തകരും ബാലസിംഹങ്ങളും. ശെബ, യമൻ, സൗദി, ഖത്തർ, ഒമാൻ, കെദൂറയുടെ മക്കളാൽ ലോകത്തിന് വന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെയാണ് ശെബ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. 2 ദദാൻ, ഏദൻ രാജ്യം. 3 തർശീസ് വർത്തകർ, ഇന്നത്തെ ബ്രിട്ടൻ. അടുത്തത് ബാലസിംഹം. 5 രാജ്യത്തെ വിളിക്കുന്നു: അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, നമ്മുടെ ഇന്ത്യ. നിങ്ങൾ കണ്ടോ? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചത് ഇപ്പോഴാ. BJP ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ദൈവമക്കളായ നമുക്കാർക്കും ഇഷ്ടമല്ല. എന്നെ സംബന്ധിച്ചൊന്നും ഇഷ്ടമല്ല. ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ്, അത് ഉറപ്പായി അറിയാം. പക്ഷെ എന്തുകൊണ്ട് വന്നു ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ: ഈ ബൈബിൾ അംഗീകരിച്ചിട്ടാ. എന്താ അംഗീകരിക്കാൻ കാരണം? ഒരുവൻ അധികാരത്തിൽ വരുന്നതും അധികാരത്തിൽ നിന്ന് പോകുന്നതും ദൈവം അറിഞ്ഞുകൊണ്ടാ. ഉറപ്പാ, ദൈവം അറിയാതെ ഒരു സിംഹാസനം ഉറക്കത്തുമില്ല, ഇവിടെ നിളകത്തുമില്ല. ആരൊക്കെ എന്തെല്ലാം ചെയ്താലും ഇവർ ഭരിക്കുവാൻ കാരണം ഈ ബൈബിൾ നിവർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കയോട് സഖ്യത പുലർത്തുകയും ഇസ്രായേലുമായി സഖ്യതയുണ്ടാകുകയും മറ്റു രാജ്യങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു സോമത്തിൽ സോപ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. 9:15 കഴിഞ്ഞുകൊണ്ട് എനിക്കെല്ലാം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യ സഹിതമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ പിൻപിൽ അണിനിരക്കുമെന്ന് ഈ പുസ്തകം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്നു, ഇവർക്ക് തലവനായിട്ട് അമേരിക്ക തിരിയും. അപ്പൊ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പ് കൂടി ചേർന്ന് വരുന്നത് ഒരു ഗ്രൂപ്പ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ. അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇന്ത്യ, യമൻ, സൗദി, ഖത്തർ, ഒമാൻ. ഇപ്പൊ ഇറാൻ ഈ പറയപ്പെട്ട എല്ലാ രാജ്യത്തും എന്ത് ചെയ്തേക്കുക? ബോംബിട്ടേക്കുക, പ്രശ്നം തുടങ്ങിക്കുക. ഖത്തറിനോടും ഈ പറയപ്പെട്ട രാജ്യങ്ങളോട് എന്താ അറബികൾക്ക് എത്ര വൈരാഗ്യം? വൈരാഗ്യത്തിന് കാരണം അറബികളെ പഠിക്കണം. 2 ഗ്രൂപ്പാ, സിയകളും സുന്നികളും. അതിൽ സിയകളും സുന്നികളും തമ്മിൽ ചേരത്തില്ല. പാർസികൾ ഒരു ഗ്രൂപ്പാ. ആ ഗ്രൂപ്പിനകത്ത് ഇങ്ങേ ഗ്രൂപ്പില്ല. ഗ്രൂപ്പിനകത്ത് അപ്പനും അമ്മയും 2 ഗ്രൂപ്പിൽപ്പെട്ട് മാറിയ മക്കളുടെ മക്കളായി വന്നേക്കുന്ന എങ്കിലും ഇവർ തമ്മിൽ ചേരില്ല. ആ ചേരാത്തതിന് കാരണം ഇതിൽ ഒരു ഗ്രൂപ്പ് ഇസ്രായേൽ അനുകൂലമായി വരുമെന്ന് ബൈബിൾ പറയുന്ന കാര്യം കേൾക്കണോ? ഒറ്റ വാക്യം പറയാം. ഇസ്രായേലിന്റെ അതിർത്തി എന്ന് പറയുന്നത് യമൻ, സൗദി, ഖത്തർ, ഒമാൻ ഈ ഭാഗങ്ങൾ ചേരുമ്പോഴാണ് ഇസ്രായേൽ അതിർത്തി പൂർത്തീകരിക്കപ്പെടുന്നത്. ഇത് ബൈബിളിന്റെ തെളിവാ. അങ്ങനെയാണെങ്കിൽ ഇവർ ഇസ്രായേൽ അനുകൂലമായി നിൽക്കേണ്ട സമയം വരുമെന്ന് ബൈബിൾ പറയുന്നു. ഇപ്പൊ തന്നെ സൗദി ഇസ്രായേലിലെ ഫ്ലൈറ്റ് സർവീസിന് പാത തുറന്നു കൊടുത്തു. ഇതിനൊക്കെ അർത്ഥം ബൈബിൾ അതുപോലെ നിവർത്തിയാകുന്നുവെന്ന്. ഇനി കേട്ടോ, ഇവ 2 കൂട്ടരും 2 ചെരിയിലായി ഇസ്രായേലിനെതിരായി വരും. അങ്ങനെ വന്ന് 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 മുൻപോട്ട് വരും. എന്നാൽ അമേരിക്കയുടെയും റഷ്യയുടെ എതിരായി നിൽക്കുന്ന ഇന്ത്യ സഹിതമുള്ള രാജ്യങ്ങളെയും ഇസ്രായേലുമായി ഈ ബന്ധം സ്ഥാപിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ ഓർക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാനെന്ന അല്ലെന്നേ. ഇവർ ലക്ഷ്യം മുഴുവനും ഒന്ന് വായിച്ചേ മക്കളെ. എന്താണ് ഇവർ ഉദ്ദേശമെന്ന് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ ബൈബിളിലേക്ക് വരണം. ബൈബിൾ വരുമ്പോൾ അവർ ഉദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സമയത്ത് വായിപ്പിക്കാതെ പറയാം. ഇവരുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ: കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക. ഈ യുദ്ധത്തിനൊക്കെ പിൻപിലെ വിഷയം ഇറാന്റെ അകത്ത് എണ്ണ കിടപ്പുണ്ട്. ആ എണ്ണ അമേരിക്കയ്ക്ക് വേണം. അമേരിക്കയുടെ എക്കണോമി നിലനിൽക്കണമെങ്കിൽ എണ്ണ വേണം.
ഇസ്രായേലിലെ ചാവുകടലകത്ത് നൂറ്റാണ്ടുകൾ നിലർത്തുവാൻ കഴിയുന്ന ധാതുക്കൾ കിടപ്പുണ്ട്. ഇത് അമേരിക്കയ്ക്ക് പറയാം, റഷ്യക്ക് പറയാം. റഷ്യയുടെ ചിന്ത ഇസ്രായേലിനെ ഒതുക്കുക, ഇതെല്ലാം കൈപ്പിടിയാക്കുക. അമേരിക്കയുടെ ചിന്ത ഇസ്രായേലിനെ സോപ്പിട്ട് നിന്നുകൊണ്ട് അവരെ ഒതുക്കുക, ഇത് കൈപ്പിടിയിലാക്കുക. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇത് രണ്ടുമല്ല. ദൈവത്തിന്റെ പദ്ധതി ഇവരിങ്ങനെ യുദ്ധം ചെയ്തു വരും. വന്ന് മെഗിദോ താഴ്വരയിലെത്തും. ഈ സമയമില്ലാത്തതുകൊണ്ട് പോയേ പറ്റൂ. മെഗിദോ താഴ്വരയിൽ ആ അവസാന ഭാഗത്തെത്തും. അവിടെ എത്തുമ്പോൾ ഇവർ രണ്ടു കൂട്ടരും അങ്ങ് ഒന്നിക്കും. ആരൊക്കെയാ? റഷ്യൻ സഖ്യകക്ഷികളും അമേരിക്ക സഖ്യകക്ഷികളും ഒന്നിക്കും. ഒന്നിച്ചിട്ട് പറയും, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഇവനെ ഇല്ലാതാക്കാം, നമുക്ക് ഒന്നിച്ചു കൂടി പിടിക്കാം. ആ സമയവും ബൈബിൾ എഴുതിയിട്ടുണ്ട്. അന്നേരമാണ് ബൈബിൾ ചോദിക്കുന്നത്, നിന്റെ ഉറ്റ സ്നേഹിതൻ പോലും നിന്നെ കൈവിട്ടോ? ദൈവം ചോദിക്കുക, അമേരിക്കയെ കുറിച്ച് ചോദിക്കുന്നത് ഇസ്രായേലിനോട്. നിന്റെ ഉറ്റ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തലതൊട്ടപ്പന, ഇസ്രായേലിന്റെ തലതൊട്ടപ്പന അമേരിക്ക പോലും നിന്നെ കൈവിട്ടോ? ഈ സമയത്ത് ഇസ്രായേൽ ഒറ്റപ്പെടും. ഇസ്രായേൽ ഒറ്റപ്പെടും. അമേരിക്ക സഖ്യകക്ഷികൾ, റഷ്യ സഖ്യകക്ഷികൾ ഒന്നിക്കും. ഈ ഒന്നിക്കുന്ന സമയത്ത് ഇസ്രായേൽ